ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഗോവയിലൊക്കെ പോയിട്ട് ചില്ലാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന 3 കിടിലൻ ടിപ്പുകളായി എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 1 അറിഞ്ഞിരിക്കുക. കേരളത്തിൽ നിന്ന് ഒരു ദിവസം 7 ട്രെയിനുകൾ ഗോവയ്ക്കുണ്ട്. അതിൽ 6 ട്രെയിനുകൾക്കും സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിന് വരുന്ന ഫെയർ 435 രൂപ 465 രൂപ മാത്രമേ ഉള്ളൂ. ഒരു ട്രെയിനിന് മാത്രമേ 775 രൂപ ഫെയർ വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ട്രെയിനുകൾക്കും 435 465 രൂപ മാത്രമാണ് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൻ്റെ ഫെയർ. അതുപോലെ തന്നെ ഒരു 30-40 ദിവസം മുൻപ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നിങ്ങൾക്ക് മെയ് 29 സീറ്റ് ഇന്ന് അവൈലബിൾ ആണ്, ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30-40 ദിവസം ബുക്ക് ചെയ്താൽ സുഖമായിട്ട് പോയി വരാനുള്ള പ്ലാൻ തയ്യാറാക്കാൻ പറ്റും. ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ദിവസേന ഒരു ട്രെയിനുണ്ട്, ബുധനാഴ്ചകളിൽ 2 ട്രെയിനുണ്ട്. ഇതേ ഫെയർ തന്നെ വരുന്നത് ഏകദേശം. പിന്നീട് പറയാനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ booking.com അതുപോലെ അഗോഡോ അങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഷെയറിംഗ് അക്കോമഡേഷൻ ഉണ്ട്. ഞാൻ ഈ പറയുന്ന പ്ലാൻ കൂടുതൽ മാച്ച് ആകുന്നത് ബാച്ചിലേഴ്സിനോ സോളോ ട്രാവലേഴ്സിനോ ആണ് മാച്ച് ആകുന്നത്. അതുപോലെ കപ്പിൾസിനും ഇതേ ഫെസിലിറ്റീസ് ഇപ്പോൾ പോകുന്നത്. അവിടെയൊക്കെ ഷെയറിംഗ് റൂമുകളിൽ മിക്സ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അവിടെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഷെയറിംഗ് റൂമിന് വരുന്ന റേറ്റ് 500 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ പോയാൽ 1500 രൂപയ്ക്ക് 3 ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ ട്രാൻസ്പോർട്ടേഷൻ 1000 രൂപ വരുന്നുള്ളൂ. 2500 രൂപയാണ് ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും കൂടെ ഒരു 3 ദിവസത്തെ പ്ലാനിന് പോകുന്നത്. പിന്നീട് അവിടെ നമുക്ക് 2 വീലർ വാടകയ്ക്ക് എടുക്കാൻ പറ്റും, ട്രാവൽ ചെയ്യാനായിട്ട് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം അവിടെയുള്ള ലോക്കലിൽ കിട്ടുന്ന 2 വീലേഴ്സ് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മൾ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഒരു 5000 രൂപ ബഡ്ജറ്റിൽ അത്ര ആർഭാടമല്ലാത്ത രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവയ്ക്ക് പോയിട്ട് ആസ്വദിച്ച് വരാവുന്നതാണ്. ഒരുപാട് വലിയ ചിലവുകളൊന്നുള്ളതല്ല ഗോവ. നമ്മുടെ ഇവിടെ ഒന്ന് മൂന്നാർ പോയി വരുന്ന പൈസയൊക്കെ തന്നെ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് സെൻസേഷൻ തന്നെയാണ് ഗോവ. അതൊരു വേറൊരു വൈബാണ്. നമ്മൾ ഒരിക്കലും ഗോവയിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ശരിക്കും അവിടെ ഒന്ന് സഞ്ചരിച്ച് അവിടെയൊക്കെ നമ്മൾ ഒരു ഹോട്ടലിൽ റിസോർട്ടിൽ പോയി താമസിക്കുന്നതിന് പകരം ബീച്ചുകളിലൊക്കെ നമ്മൾ സ്വതന്ത്രമായിട്ട് എല്ലാ ബീച്ചുകളും ഒന്ന് കറങ്ങി നടന്ന ആ ഒരു വൈബ് ആസ്വദിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനങ്ങനെ പോയിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞാനിട്ട ഷർട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, ദ ബീച്ച് ഡേ. അപ്പോൾ നെല്ലിൽ പോവുക, ആസ്വദിക്കുക. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പാരാസെയിലിംഗ്, പാരാഗ്ലൈഡിങ്, സ്കൂബ ഡൈവിങ്, അങ്ങനെ ഒരുപാട് വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ട്. അതിനൊക്കെ വരുന്ന ആവറേജ് വരുന്നത് ഒരു 500 1000 1500 ഒക്കെയാണ് വരുന്നത്. പാരാസെയിലിങ്ങിന് 1500 രൂപ വരും. മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ കുറവാണ്. 500 രൂപ 600 രൂപ വരെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോവുക, ഒന്ന് ആസ്വദിക്കുക. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്ത് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് ഒരു സുഖമായിട്ട് നിങ്ങൾക്കൊരു 5000 രൂപയിൽ പറ്റും, 5000-6000 രൂപയിൽ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റുകളും ഹോട്ടലും ആദ്യമേ ബുക്ക് ചെയ്യുക. ഹോട്ടൽ ബുക്ക് ചെയ്താൽ അവിടെ ചെന്നതിന് ശേഷം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇപ്പോഴേ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഒരു 30-40 ദിവസം പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു വെക്കേഷൻ ഗോവയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.